മാനവും മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കില്ല. हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। आई एम महादेव। तो दोस्तों, आज हम देखने वाले हैं बोइंग फिल्म को, जो कि 1985 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं मोहनलाल, मुकेश, एमजी सोनम, जगती श्रीकुमार, लिजी, सुकुमारी, मेनक, अनियन पिल्ला राजू, संक्रांति। और दोस्तों, इस फिल्म को डायरेक्ट किया है प्रियदर्शन ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं। लेकिन देखने से पहले आपको याद दिला दूँ, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स सी बोइंग। लेट्स वॉच। बोइंग। ഫോട്ടോഗ്രാഫർ നിൽക്കെ ഇനി എല്ലാം തോന്നിവാസോരെന്ന് എടുത്തു വെച്ചാലേ ഇതിനൊക്കെ ലേഔട്ട് ഉണ്ടാക്കി വാരികയുടെ കവറടിച്ച് വിടേണ്ടത് ഞാൻ പറയുന്ന പോലെ പടവെടുക്കാൻ ये दोनों फोटोग्राफर हैं। मैगजीन के कवर के लिए खींच रहे फोटो। ഉണ്ടോ ഇല്ലയോ? കളഞ്ഞിട്ട് വാടേ, അടുത്ത ആഴ്ച വാരികയുടെ മുമ്പിൽ ഇങ്ങനെ മര മോന്ത അടിച്ചു വരട്ടെ. വാ, അത് കഴിഞ്ഞാ ഞാൻ എന്റെ അടുത്ത് ശ്യാം की फैन सही है। ഉറപ്പെണ്ണല്ലേ? ചേട്ടൻ ഇവിടെ ഉണ്ടോ? അയ്യോ, ഉണ്ടെന്ന് മാത്രമല്ല, കുട്ടിയെ കാത്തിരിക്കാൻ കൂടാ. വന്നേ. श्याम का बेस्ट फ्रेंड। ആരോട് നിൽക്കുന്നത്? പുറത്ത്. ആ, കുട്ടി വന്നേ. दोनों में से कोई श्याम। ओ वही होगा शायद मोहनलाल है। വന്നിട്ടുണ്ട്. इसके प्यार से देख ले। ശ്രീകുട്ടി चैनल की പെമ്പിള്ളാരുടെ അവിടെ ഇവിടെ പിടിക്കാൻ മനുഷ്യനെ. ശ്രീകുട്ടി, നീ ഒരുപാട് ചന്ത പെമ്പിള്ളാരെ പോലെ സംസാരിക്കരുത്. അക്ഷരം പഠിച്ചിട്ട് സിറ്റി ജോലി നിനക്കില്ലേ? സിറ്റി ആയാലും ഗ്രാമമായാലും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഹോസ്റ്റലിൽ വരാം. പോ. ചുമ്മാ കണാവണ കടം പറയരുത്. വണ്ടി മൂത്രമായിട്ടല്ല ഓടുന്നത്. ഇതാ ഒരു നീണ്ട കഥ. നീണ്ട क्या ये? पता नहीं क्या है। ഓപ്പി ഒളശ പീവോ, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ ये बिले शायद है। ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12. पता नहीं किसका स्टोरी सुना रहा है। അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. രണ്ട് ബോംബ്. क्या कर रहा है ये? अच्छा, किसी डायरेक्टर को तो नहीं सुना रहा मूवी की स्टोरी। हाँ, हो सकता है। सच में फेवरेट बॉम्ब। സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ, കുട്ടികൾ ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസർ. ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് इसमें लिखी उसने स्टोरी शायद। നിന്റെ തന്ത പറയും. ആ, പുള്ളിക്കാരൻ പറയും. നല്ല വിവരമുള്ളവനായിരുന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ. നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ല. അതുമല്ല, കുറച്ചും കൂടെ കിഴപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയേക്കരുത്. पहले कैसे डूर रहता था ना। ആർക്ക് പോണം, എവിടെ പോണം, എന്തിനു പോണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും. डूर लगा था ना, बहुत वेट चल रहा है, लग रहा है टूट रहा है।
സഞ്ചി നോക്കിയിട്ടൊന്നും നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ഭേദം വല്ല കല്ല് കുത്താൻ उसने फेंक दी फोटो शायद. പോലെ കാണിച്ചേക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുക്കാനാണോ പത്രം കാശ് കൊടുക്കുന്നത്? സാറ് കുറച്ചുകൂടെ സഭ്യമായ നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ നിങ്ങളെ ബോംബെക്കോ കൽക്കട്ടയ്ക്കോ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ചെന്നാ ഞങ്ങൾ गरम मसाले में भी तो ऐसे ही होता है नहीं. गरम मसाला की रीमेक कैसा है नहीं, लग रहा मुझे. मसाला नहीं गरम मसाला इसकी रीमेक നാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ അവാർഡ് വാങ്ങിയില്ലെങ്കിൽ രണ്ടിനെ ഞാൻ ടെർമിനേറ്റ് ചെയ്യും. പറഞ്ഞില്ല എന്ന് വേണ്ട. इसी फिल्म की रीमेक है शायद वो. ജനശ്രദ്ധ പിടിച്ചു പറ്റണം. ആ കൊലക്കേസിനായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പേസിൽ നിറയ്ക്കാൻ ഒരു വാർത്ത വേണം അല്ലെ? നടന്നു എന്ന് പോലീസ് മറ്റേ ചോദിച്ചാൽ എന്തോ ചെയ്യും? അജ്ഞാതന്റെ ടെലിഫോൺ വഴി വാർത്ത കിട്ടുകയാണെന്ന് പറയണം. പ്രസ് വിചാരിച്ച എന്നാ ഒരു സംഭവം അങ്ങോട്ട് കെട്ടിച്ചമച്ചാട്ടെ. നീ ചമയ്ക്കണ ഞാൻ ചമയ്ക്കണം. 1985 പ്രത്യേക ലേഖൻ പട്ടിണിപ്പാറ. उन की बनती नहीं थी और शुरुआत में तो ठीक ही रहते हो, बाद में थोड़े बनते होंगे. नहीं शुरू से ही वैसे रहते हैं, അവകാശി थोड़ा बहुत नहीं बनती उन की. അനേകം തൊഴിലാളി एक शर्ट वाला सीन नहीं होता उसमें, नहीं उसी शर्ट कर लेता है. मतलब ऐसा नहीं कि झगड़ा होता है पर थोड़ा बहुत. 4 ഹരിജൻ യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു. അത് മതി. അവസ്ഥ नकली न्यूज लिख रहे हैं क्या बैंकर? नकली न्यूज छापेंगे. ഗ്രാമത്തിൽ പകലന്തിയോളം പണിയെടുത്ത് തളർന്ന മതാലസകളായ 4 ഹരിജൻ യുവതികൾ പാതയിൽ നിൽക്കുകയായിരുന്ന 8 വീട്ടിൽ രാഘവൻപിള്ള ഹരിജൻ യുവതികളെ കടന്നു പിടിക്കുന്നു. കൂട്ടുകാരുടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കി മനോധർമ്മം പോലെ നടത്തണം. ശരി, എത്തുകോളത്തിൽ മതിയോ? बैंक गिनने वाला था पीछे. बैठा हुआ भी कहाँ पे? अब ये कौन है? फोटोज देख रहा है. अच्छा अब चला गया वो, उसमें नहीं आता वो जानवर नहीं आता, फिर वो फोटो की वो लेके आता वो, हाँ हाँ. तब उसे अवार्ड मिल जाता है. സാറിന് തന്നെ വേണ്ടത് ഇതിനൊരു വെയിലടിച്ചാലെങ്കിലും ഒന്ന് എണീറ്റൂടെ? സർക്കാർ ഓഫീസിലല്ലേ ജോലി? ഒന്നാമത് കയ്യാലപ്പുറത്ത് വായും പൊളിച്ചങ്ങ് വാ, ഉരുട്ടി വെച്ചേക്കാം. ആ ശരി, എന്നാ സൗകര്യം പോലെ ഉറങ്ങിക്കോ. उसे शर्ट पहन लगे. नहीं नहीं उसमें उनके ऑफिस में तो रहती है लड़की नहीं आती है जिसको दोनों लाइक करते थे. इसमें नहीं है. इसमें नहीं है. तो दोनों उससे मिलने के लिए नहीं आते हैं, मतलब डिनर भी आते हैं. वो वाला सीन नहीं होगा इसमें शायद. കോഴിക്കറികൾ എങ്ങനെ ചിക്കൻ ഉണ്ടാക്കാം മനാറ. എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കി पहली बार बना रहा शायद. പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക. വെച്ചു മുളക്, മല്ലി, കറിമസാല, വെളുത്തുള്ളി ഇവ നന്നായി ओ टाइम देख रहा था वो. उसने इसे कुछ बता नहीं रखा. इससे छुपा रहा है सब कुछ. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് अच्छा वहाँ जब വരിക. उसने चैनल चेंज कर दिया शायद ना. എന്നിട്ട് സാർ. കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. ലൂസാക്കി കറക്കുക. मिस्टर बीन में होता ना एक सीन में ऐसा, ना ना अमिताभ बच्चन की फिल्म में होता है एक सीन. एक फिल्म देखी थी हमने अमिताभ बच्चन की ना, हाँ उसमें होता है वैसा. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകം ഭീമനും ये राइडर होगा ना.
അമ്പലത്തിന്റെ അകാൽ उसको വിളക്കുകൾ सुना रहा पहले തെളിയുന്ന किसी और को सुनाई ना അവൾ उससे पहले। അവനോട് ചോദിച്ചു. इसी ने तो सुनाई थी पहले भी। ना इसी को सुनाई थी। हाँ इसी को सुनाई थी। അർത്ഥം സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ എനിക്കറിയാം. പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ മാത്രം കുറിച്ചിട്ടാവും. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാണ്? ഹാസ്യത്തിന് കഥ വേണ്ട. അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ വരും? നിനക്ക് കോമഡി മനസ്സിലാവും. അത് हाँ, बैठने लगी। जी कौन होगा? गुंडे तो नहीं कहीं है? എടാ ഇതിനകത്ത് ചങ്കരപ്പിള്ള ഒരു ചെറ്റ ഇരിപ്പില്ലടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരികടാ. इन्होंने छापे थे शायद वो फेक न्यूज। अच्छा हाँ। കൊലമരത്തിൽ കയറിവിടാ. ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? बे किसके घर के आवाज घुसा? डर गया दोनों। മാനവും മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കില്ല. उसे दुनाए हुए। ഉടുപ്പേന്ന് വിടെ ഞാൻ കാണിച്ചു തരാം. വന്നത് इसके बाद ले आएगा। अब इसको पीटेगा। ये ठीक तो ये है। इसको पीटेगा। പന്ന റാസ്കലേ, നീ എന്നെ പറ്റി അയാൾ ചെയ്യൂലടാ. जबकि छापी तो इसने ही थी। हाँ। उससे तो कुछ पता भी नहीं शायद। ആരപ്പ് ചെയ്യുന്ന അനാവശ്യമായ ന്യൂസ് എഴുതിയ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ दुनाए हुए इसके। हाँ, मिल गया अवार्ड। പ്രിയപ്പെട്ട अच्छा, സുഹൃത്തുക്കളെ, दूसरी फोटो लाई സഹപ്രവർത്തകരെ, वहाँ से। നമ്മുടെ എല്ലാം പ്രിയ खड़ा हो रहेगा पर। അനിൽ കുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻ എന്നും അഭിമാന പുരുഷന് मुंबई भेजा रहा है ना इसको। അങ്ങനെ അതിന്റെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ इसको भी जाना है। നീ എന്ന് ബോംബ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം, നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം സ്വന്തം പലട കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിൽ പത്രം നാറി. അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ. സാറ് വിഷമിക്കണ്ട. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെട്ടു? राजपाल यादव का रहता है ना इसके साथ। സാറേ ना दूसरा रहता है वो। राजपाल यादव तो उसके रोल में रहता है। टैक्सी वही तो ड्राइवर रहता है ना। जो उसकी फियांसे वो लेके नहीं आता। उसके रोल में रहता है। അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? എല്ലാരും അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രാഡ് വില കാണിച്ചിട്ട്. ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നോക്ക് സഹിക്കാൻ പറ്റൂ? സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ചൽമി അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. മനോഹരമായ ഒരു വഴി. ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. उसे सपने दिखा रहा है। നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ പറക്കാൻ പോണു. ആ മണ്ടൻ മണ്ട ഉപയോഗിച്ചു. ഫ്രാഡ് പണി. ഇന്നസെന്റ് ഫ്രാഡ്. ശരിയാ. ലൈഫ് ഇസ് എ ചലഞ്ച്. മീറ്റിംഗ് चला गया शायद ना वो मुंबई। उसमें इसलिए तो करता वो सब वो, क्योंकि जो वो रहती है वो लड़की താങ്ക് യു. वो उसके साथ मतलब उसके साथ चली गई थी वो एक तरह से। उसमें श्याम रहता है, उसका नाम जॉन का।
അർത്ഥത്തിൽ പിടിക്കാൻ എന്റെ അമ്മോ അസൂയ അസൂയ അത് തന്നെയാണ് അസൂയ തന്നെ ആ കള്ളനാവാൻ കഴിയാത്തതിലുള്ള അസൂയ अच्छा ही जा रहा है जा रही है कैसे अच्छा चल गया किस कर रहा താങ്ക് യു उनकी कंपनी का नाम रोशन हो गया ओ सोच रहा है अब ലജ്ജിക്കും ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും നീ വെള്ളമടിച്ച് കാർ ഓടിക്കാറുണ്ടോ കാറിന് उसमें तो वो जाता है ഇല്ല കീ എവിടെ अक्षय कुमार नहीं ചാറ്റിയും സ്റ്റെപ്പിനും ഒക്കെ കാർ अरे इसके रोल में रहता ना वो राजपाल यादव हाँ अच्छा अच्छा कहते नहीं ഇറങ്ങി വരുന്നു താഴെ വലിയ കൊക്കോ जिस आदमी के लिए मैं काम करता था उसमें निकाल दिया था പെട്ടെന്ന് पर दिखाते नहीं ആരാ उसमें മൂന്ന് ഒറ്റയാ इसमें दिखा रहे हैं कि कैसे निकाला उसमें से अच्छा ഞാനൊരു 10 മിനിറ്റ് ലൈറ്റ് അണച്ച് കാരണം ആനകൾ അനങ്ങിയില്ല നിവർത്തിയില്ലാതെ ഞാൻ ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ ആനകൾ അനങ്ങിയില്ല പിന്നെ എന്റെ സാറെ എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു പറഞ്ഞു വന്നു ओ 10,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാനെടുത്തു അപ്പൊ ബമ്പറും ടെയിൽ ലാമ്പും കാറ് कार कर दी ना पता नहीं बेच दी कि क्या कर दिया അവിടെ ഇറക്കമാണ് बोलते रहे क्रैश हो गई പോയത് അപ്പോ സാറിന് എന്നെ വിശ്വാസമില്ല അയ്യോ ഇല്ല ഇത്രയും നാൾ സാറിന്റെ അടുത്ത് ഞാൻ വിശ്വാസത്തോടെ പണിയെടുത്തു अबे अरे चाबी ले गया ശരിയാകത്തില്ല അവിടെ നിൽക്കാനോ ഇല്ല നമ്മൾ ശരിയാകും ഈ ജമ്മ ശരിയാകും ഇല്ലേ ഇല്ല ये भाग गया എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം ആ ഓക്കെ അങ്കിൾ എന്താ ആകെ ചൂടായി अच्छा वो लड़की तो फियांसे है उसकी तो अच्छा अच्छा इसकी मतलब उसका fiancée ससुर है है ना? ये ശ്യാം വന്നിട്ടുണ്ടോ ഇല്ല അതെന്താ ഒരുപാട് ജോലിയുണ്ട് ബിസിയാ പിന്നീട് വരാന്ന് പറഞ്ഞു നിന്നെ അവനെയും കൂടി ഇരുത്തി കണ്ടിട്ടുമില്ല അല്ലെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് രണ്ടിലൊന്ന് തീരുമാനിച്ചേനെ ആ തീരെ നിവർത്തിയില്ല അങ്കിൾ പട്ടാളം മുറിയൊന്നും എടുക്കണ്ട പുള്ളിക്കാരനെ ഞാൻ പിടിച്ചോണ്ട് വരാം ഒന്നുമില്ലെങ്കിലും എന്റെ മുറച്ചെറുക്കനല്ലേ अभी ये मिलाएगा उससे ജീവിതത്തിൽ പകുതി സമയം ആകാശത്ത് ചെയ്യുന്നവർക്ക് ഭൂമിയിൽ തങ്ങളെ സ്നേഹിക്കാൻ പണ്ട് ഞാൻ അവനെ 3 എയറോസ്മാരെ പരിചയപ്പെടുത്തി കൊടുത്തു ആ 3 പേരെയും അവൻ കല്യാണം കഴിച്ചു ആയിരുന്നു ആ ചരിത്രം ഒന്ന് ആവർത്തിച്ചാലോ അപ്പൊ മുറപ്പണോ അത് 3 വരെ 4 यही बताता आइडिया शायद ना उसे മനസ്സിൽ വെച്ചാ മതി ഇപ്പൊ എന്തോ വേണം തൽക്കാലം ഒരു 200 രൂപ എത്ര 200 എണ്ണത്തിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തരും ബാക്കി നീ കൈകാര്യം ചെയ്യുമ്പോൾ ഇരിക്കും ഞാൻ പറയും പോലെ ചെയ്താ മതി എന്താ പിരിച്ചുവിട്ട കാര്യം? അസൂയ അസൂയ ഞാൻ ഒരു നായരായി പോയില്ലേ ഒരു നായർക്ക് വേറൊരു നായർ നന്നായിട്ട് ആള് വന്നില്ല അണ്ണ എവിടുന്ന്? കാർ വർഷാപ്പിൽ നിന്ന് അപ്പൊ നീ ഇപ്പൊ വർഷാപ്പില? പിന്നെ അതല്ലേ അണ്ണൻ കാറിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത് ഇല്ല നീ കാറേറ്റോ? ആ എന്നാ കാശ് ഞാൻ ഏറ്റു. പിന്നെ ഒരു കാര്യം, ഇതുപോലെ ആക്രി വണ്ടി ഒന്നും കൊണ്ടുവരരുത്. അയ്യോ അണ്ണ ബെൻ अच्छा ये दिलाएगा सारी महंगी महंगी गाड़ियाँ अब ये चले गए पहले लड़की के पास ഒരു ചെറുപ്പക്കാരൻ എലീനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നോക്ക് കാണാൻ ഒന്ന് കാണാൻ മാത്രം എന്നോട് വിളിച്ചു വരുത്തിയത് ഞാൻ അറിയാതെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണ് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ജസ്റ്റ് എ മിനിറ്റ് उसमें श्याम उसका नाम रहता है ना जॉनी बेरम का अक्षय कुमार का नाम वो रहता है उसमें ഇത് ശ്യാം ഇത് എലീന ഹലോ ഹലോ ഇരിക്കൂ गरम मसाला भी प्रियदर्शन ने बनाई थी शायद ना शायद लग रहा है मुझे वो भी शायद प्रियदर्शन ने बनाई थी ये दूसरे लड़के के साथ
इसमें तो कुछ बोल ही नहीं रहा हूँ बस देखने में लगा और तीसरी लड़की है उसमें वो झूठी कहानी भी तो सुनाता हूँ ना उस अंगूठी के बारे में कि ये अंगूठी मेरी दादी ने मुझे दी थी तो फटाफट कर रहे हैं फ्लैट कब बंदोबस्त करेंगे എന്താ പറഞ്ഞു പഠിക്കാനോ ഫ്ലാറ്റ് 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 പറ എനിക്ക് വേറെ വഴി നോക്കണമെന്നേ ചേട്ടാ ഇത് ഏതാണ്ട് എന്റെ ആവശ്യം പോലെയാണ് അണ്ണൻ പറയണത്. പക്ഷെ അയാളൊരു കഞ്ഞിയാ. കഞ്ഞിയായാലും ചോറായാലും കാര്യം നടക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക്. പിന്നെ ഒരു കാര്യം ചിലപ്പോ കൊണ്ടെന്നിരിക്കും, ചിലപ്പോ കൊണ്ടില്ലെന്നിരിക്കും. അതൊക്കെ അണ്ണന്റെ ലക്കി പോലെ ഇരിക്കും. എന്തും അതങ്ങ് ഹിൽവ്യൂ കോംപ്ലക്സിലാ. അത് അയാളുടെ മകൾക്ക് വേണ്ടി ഇട്ടിരിക്കുക. പെണ്ണങ്ങ് അമേരിക്കയിലോ മറ്റോ ആണ്. അവൾ ആള് മകാ പെസകാന്നാ പറയുന്നത്. അത് ശരി. അപ്പൊ പെണ്ണ് ഫ്ലാറ്റ് അത് തൂത്തുവാരാനും തുടയ്ക്കാനും സൂക്ഷിക്കാനും ഏറ്റവും നീ കൂടെ വരൂ. അയാൾ എന്നെ കണ്ടാ താക്കോല് കിട്ടില്ല എന്ന് മാത്രമല്ല ആടി പാഴ്സൽ ഷുവർ. ആ എന്താ തന്റെ പേര്? തങ്കപ്പൻ. अच्छा इसके बाद चला गया अब चला गया उसमें व्यस्त ही जाता ഓ അത് ശരി. കഥയെഴുത്തുകാരനാണല്ലേ? അല്ല, ഒരു वही വലിയ आदमी तो नहीं കുടുംബത്തെ है സംരക്ഷിക്കാനുള്ള ചുമതല. जिसकी गाड़ी की चाबी लेके भागा हो पर ये तो इसी के फियांसे का अंकल है पर शायद ये नहीं जानता ना ഗർഭിണികളുമായ ये उनका സഹോദരിമാർ लग रहा है मुझे ऐसा लग എല്ലാവരുടെ रहा മുമ്പിൽ ഞാൻ ഇന്നൊരു ചോദ്യം ऐसा ही है शायद इसमें ना ഒരു ജോലി എന്ന് സഹായിക്കണം. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. പക്ഷേ हाँ उसमें ऐसे ही बोलता ये सेम चीज डाली हुई इसमें ना गरम मसाला में പക്ഷേ ശരിയാവില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും അതിന് ഉപ്പ് കൂടിപ്പോ. टेक केयर का काम करेगा ഇവിടെ പട്ടിയുണ്ടോ സാർ? ഉണ്ട്. डॉग से भी है चला नहीं सकते डॉग को भी अब डॉग को भी हटा रहा है രോഗികളുള്ള ഒരു കുടുംബം രക്ഷപ്പെടും സാർ. എന്നെ സഹായിക്കണം സാർ. എനിക്ക് ड्रामा कर रहा है നാളെ രാവിലെ വന്ന് बता रहा താക്കോല് വാങ്ങിക്കോളൂ. വലിയ ഉപകാരം സാർ. दे रहा से चला खुश हो गया खुश हो गया वो पहले लड़के आगे में ആര് ആര്? अच्छा इसमें ये है वो अच्छा इसमें लेडी है कोई हाँ कुकिंग के കാര്യങ്ങളൊക്കെ लिए നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കൊള്ളാം. उसमें बन गया था നീയും പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്സി വേണം. सेम चीज बोलता है उसमें भी वो ना മാർക്കറ്റിൽ ഞാൻ തന്നെ सेम चीज डाली हुई डाली हुई है ना കണക്കൊന്നും ചോദിക്കരുത്. कुछ कुछ പിന്നെ എന്നെ കൊണ്ട് താഴെ കിടക്കാൻ പറ്റില്ല. പക്ഷെ അല്ല, ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശലത്തരങ്ങളെ കാണിക്കും. അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിടരുത്. ആ